ഇന്ദ്രവല്ലരിപ്പൂ ചൂടിവരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ എവിടം വൃന്ദാവനമാക്കൂ. അതെ, ഈ വൃന്ദാവനത്തിൽ പച്ചക്കറി കൃഷിയുണ്ട്. ഈ പച്ചക്കറി കൃഷിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ പച്ചക്കറികളെടുത്ത് നമുക്ക് അടിപൊളി ഒരു അവിയൽ ഉണ്ടാക്കാം. ഇന്ന് നമ്മുടെ ചാനൽ മലയാളീസ് കിച്ചണിൽ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ അവിയൽ. പക്ഷേ അവിയൽ നമുക്ക് ഒരുപാട് പച്ചക്കറി ഉണ്ടാക്കാം, അല്ലാതെയും ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും കുറച്ച് പച്ചക്കറി ഈ വൃന്ദാവനത്തിൽ പച്ചക്കറി കൃഷിയുള്ള ഈ വൃന്ദാവനത്തിൽ എടുത്ത് നമുക്ക് അടിപൊളിയായിട്ടൊരു അവിയൽ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ചാനൽ എറിഞ്ഞു തരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു അവിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുരിങ്ങയ്ക്ക വെച്ചിട്ട് അവിയൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അവിയലാണ്. അവിയൽ എന്ന് പറയുമ്പം എല്ലാ വെജിറ്റബിൾസും ചേർത്ത് ചെയ്യുന്ന അവിയലുണ്ട്. തീർച്ചയായിട്ടും ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം തന്നെ ഇത് മുരിങ്ങയ്ക്കായും, ഇതിനകത്ത് ഞാൻ ആകെ ചേർക്കുന്നത് മുരിങ്ങയ്ക്കായും തക്കാളിയും കോവയ്ക്ക. അപ്പം എല്ലാവരുടെയും വീട്ടിലും ഇപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഡിഷസുകൾ നല്ല വെജിറ്റബിൾസാണ് ഇതെല്ലാം തന്നെ. അപ്പം ഇതൊക്കെ അവിയലിന് അരിയുന്ന എല്ലാവർക്കും അറിയാം, നല്ല നീളത്തിൽ. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ പെട്ടെന്ന് വേവുന്നതുമാണ്. ഇത് തന്നെ ഒരുമിച്ചാണ് ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തക്കാളി നമ്മൾ കൂട്ടത്തിൽ തന്നെ ചേർക്കുകയാണ്. ഞാനിവിടെ 1/4 കിലോ മുരിങ്ങയ്ക്കായും ഏകദേശം അതിന് മീഡിയം സൈസ് മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ സൈസ് തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കോവയ്ക്ക ഒരു 1/4 കിലോ ഇല്ല, ഒരു 100 ഗ്രാമോളം കോവയ്ക്കയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത്രയും കൂടി ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇത് മുങ്ങുന്ന രീതിക്ക് ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇതിനകത്ത് വേറെ നമ്മൾ വെള്ളരിക്ക അങ്ങനെയൊന്നും വേറൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം ആകെ ഉള്ളത് തക്കാളിക്ക് മാത്രമാണ്. ഇത് ഇത്രയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് അത് വെന്ത് വരണം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ്. കഴിവതും വീട്ടിൽ മഞ്ഞൾ വാങ്ങിച്ചുണക്കി പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഉപ്പ് നമുക്കിതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റിന് തീർച്ചയായിട്ടും അവിയൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. കാര്യം നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പം പലപ്പോഴും വിചാരിക്കും സദ്യക്ക് കഴിക്കുന്ന അവിയൽ കഴിക്കുമ്പോഴത്തേനും വീട്ടിലുണ്ടാക്കുന്ന എന്താ ഈ ടേസ്റ്റ് ഇല്ലാത്തതാണ്. തീർച്ചയായിട്ടും ഇത് സദ്യക്ക് കറക്റ്റ് അവിയൽ അവർ കഷ്ണം വേവിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് കഷ്ണം വേവിക്കുന്നത്. അതുകൊണ്ടാണ് ആ ടേസ്റ്റ് നമുക്ക് കല്യാണത്തിന് പോകുന്ന അവിയലിന് കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങളും വീട്ടിൽ അവിയൽ വെക്കുമ്പോൾ കഷ്ണം വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ. അവിയലിൻ്റെ കഷ്ണം വേവുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് ഒന്ന് അരച്ചെടുക്കാം. അതിന് ഞാനിവിടെ അരമുറി തേങ്ങ ഫുൾ എടുത്തിട്ടില്ല, അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 6-7 അല്ലി 8 അല്ലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 8 അല്ലി ചെറിയ ഉള്ളി, വെളുത്തുള്ളി അല്ല ചെറിയ ഉള്ളി, പിന്നീട് കറിവേപ്പില. ഇത് ഇത്രയും കൂടി നമുക്ക് അവിയലിൻ്റെ പാകത്തിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കോവയ്ക്കയാണെങ്കിലും മുരിങ്ങയ്ക്കയും തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പുളി, വളരെ കുറച്ച് ഞാൻ തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അരപ്പ് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം അവിയൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കുക. എല്ലാവർക്കും അറിയാം, ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ കഷ്ണം വേവിച്ചപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് തേങ്ങ അരച്ചപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാഞ്ഞത്.
ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടത്. അതിനകത്ത് കുറച്ച് ചേർത്തിട്ട് തേങ്ങ അരപ്പിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തേങ്ങയൊക്കെ വെന്തു. നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് ലാസ്റ്റ് ഫൈനൽ പച്ച വെളിച്ചെണ്ണ. ആദ്യം നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്താണ് കഷ്ണം വേവിച്ചത്. എന്നാലും ലാസ്റ്റിലൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കൂടുതൽ ഉള്ളിലോട്ട് ഇറങ്ങാതെ തന്നെ നമുക്കൊന്ന് മുകളിലൊന്ന് ഇളക്കിയെടുത്തിട്ട് അടച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. നമ്മളുടെ ഏകദേശം പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ആയിട്ടില്ല ഞാൻ അവിയലിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങക്കായും കോവയ്ക്കായും തക്കാളിയും കൂടെ വെച്ചിട്ട്, ഇപ്പം അവിയൽ വെക്കണമെങ്കിൽ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കാൻ പറ്റും. അതും എളുപ്പത്തിൽ തന്നെ. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഈ അവിയലിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ചപ്പാത്തി, അപ്പം, ദോശ ഇതിനൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്